നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വിവാഹമായിരുന്നു കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിൻ്റെയും വിവാഹം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം. താരകുടുംബം ഒന്നടങ്കം ആഘോഷമാക്കിയ വിവാഹം. വളരെ കുറച്ച് പേർ മാത്രം, അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം ചേർന്ന് നടത്തിയ അതിഗംഭീരമായിട്ടുള്ള വിവാഹം. എല്ലാ ചടങ്ങുകളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് താരകുടുംബം ആഘോഷിച്ചത്. എന്നാൽ തിരുവനന്തപുരത്തെ ഒരു ആഡംബര ഹോട്ടലിൽ ആളും ബഹളവുമില്ലാതെ വളരെ ഇൻറ്റിമേറ്റായ ഒരു ചടങ്ങായിരുന്നു ഇരുവരുടെയും വിവാഹം എന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ്. വലിയൊരു പ്രണയ പരാജയത്തിന് ശേഷമാണ് ദിയ അശ്വിനുമായി പ്രണയത്തിലായത്. തൻ്റെ ഏറ്റവും മോശമായ സമയത്ത് ഒപ്പം നിന്ന് കരകയറ്റിയ ആളാണ് അശ്വിൻ എന്ന് ദിയ പലപ്പോഴായി പറയാറുമുണ്ട്. താരപുത്രിയുടെ ബിസിനസ് അടക്കമുള്ള ഇപ്പോൾ നോക്കി നടത്തുന്നതും അശ്വിനാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പറായ അശ്വിൻ വളരെ വർഷങ്ങളായി ദിയയുടെ സുഹൃത്താണ്. സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറിയതും. തൻ്റെ സന്തോഷം പോലും അശ്വിനെ കേന്ദ്രീകരിച്ചാണെന്നാണ് ദിയ പറയാറുള്ളത്. അതുപോലെ അശ്വിൻ കൂടെയില്ലെങ്കിൽ താൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റാകുമെന്നും ദിയ പറഞ്ഞിരുന്നു. ഇരുവരും വിവാഹത്തിന് മുന്നോടിയായി നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ദിയയുടെ നെഗറ്റീവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അശ്വിൻ പറഞ്ഞ ഉത്തരമാണ് ശ്രദ്ധ നേടുന്നത്. എടുത്തുചാട്ടത്തെക്കുറിച്ചാണ് അശ്വിൻ അപ്പോൾ പറഞ്ഞത്. ദിയയുടെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ പറയാനുള്ളത് എടുത്തുചാട്ടം അല്ലെങ്കിൽ ആലോചനയില്ലാതെ തീരുമാനമെടുക്കുന്നതെന്നാണ് പറയാനുള്ളതെന്നാണ് അശ്വിൻ പറഞ്ഞത്. പിന്നീട് ദിയ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമാക്കി. അശ്വിൻ കൂടെയില്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായി പോകും. വണ്ടി ഓവർടേക്ക് ചെയ്യുന്നത് പോലും അതിൽപ്പെടും. എനിക്കൊപ്പം അശ്വിൻ ഉണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്നോട് പറയും അവർ പൊക്കോട്ടെ, അവർ ഓവർടേക്ക് ചെയ്യണ്ട, പതിയെ പോയാൽ മതി എന്നൊക്കെ. അങ്ങനെ ഒരിക്കൽ ചെന്ന് ഓവർടേക്ക് ചെയ്ത് KSRTC ബസ്സുമായി ഇടിയുണ്ടാക്കി. ഇന്നോവയുടെ ബാക്ക് മുഴുവൻ അടിച്ചു തെറിച്ച് സീനായിട്ടുണ്ട്. KSRTC ബസ് ഡ്രൈവറുടെ ഈഗോയായിരുന്നു കാരണം. അയാൾ നോക്കുമ്പോൾ ഇന്നോവ പോലൊരു വലിയൊരു കാറിൽ ഒരുത്തിയതാ എന്നെ ഓവർടേക്ക് ചെയ്യാൻ വരുന്നുവെന്ന് തോന്നലുണ്ടായിട്ടുണ്ടാകാം. ഞാൻ കയറി വന്നപ്പോൾ അയാൾ വണ്ടി നീക്കി. അതിനാൽ ഇന്നോവയുടെ ബാക്കിൽ ബസ് ഇടിച്ചു. പുറകിൽ ഇടിച്ചതിനാൽ ഞങ്ങൾ രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. അശ്വിൻ്റെ സൈഡിലാണ് ബസ്സിൻ്റെ മുൻവശം ഇടിച്ചത്. കാറിൻ്റെ ബാക്കിൽ ഇടിച്ചത് അത് ഭാഗ്യമായി. മുൻവശത്താണ് ഇടിച്ചതെങ്കിൽ പരിക്കേൽക്കുമായിരുന്നുവെന്നും ദിയ പറഞ്ഞു. വണ്ടി സ്പീഡിൽ ഓടിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു. വീഡിയോ വൈറലായതോടെ KSRTC ഡ്രൈവറുടെ മേൽ പഴിചാരിയതിന് ദിയയ്ക്ക് വിമർശനവും കേൾക്കുന്നുണ്ട്. കൃഷ്ണകുമാർ കുടുംബത്തിൽ ഡ്രൈവിങ്ങിനോട് കമ്പമുള്ളവരിൽ ഒരാളാണ് ദിയ കൃഷ്ണ. സംരംഭക കൂടിയായതിനാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് അനുസരണം കൊണ്ടുപോകാനായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ദിയ ഒരു വാഹനം വാങ്ങിയത്. മാത്രമല്ല, വിവാഹത്തിന് മുന്നോടിയായി അശ്വിൻ ഒരു സ്കൂട്ടി ദിയയ്ക്ക് സമ്മാനിച്ചതും വൈറലായിരുന്നു. സോഫ്റ്റ്വെയർ ഡെവലപ്പറായ അശ്വിനും തിരുവനന്തപുരം സ്വദേശിയാണ്. ജീവിതത്തിൽ ഇതുവരെ ആരോടും പങ്കുവയ്ക്കാതിരുന്ന ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തി ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും അടുത്തിടെ എത്തിയിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ തങ്ങൾ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞെന്നും കഴിഞ്ഞ ആഴ്ച നടന്നത് ഔദ്യോഗികമായിട്ടുള്ള വിവാഹം മാത്രമാണെന്നുമാണ് ദിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും അശ്വിൻ ദിയയുടെ കഴുത്തിൽ താലി ചാർത്തുന്നതും നെറ്റിയിൽ സിന്ദൂരം അണിയുന്നതുമെല്ലാം റീലിൽ കാണാമായിരുന്നു. പിങ്ക് നിറത്തിലുള്ള സാരിയാണ് ദിയ ധരിച്ചിരുന്നത്. മുണ്ടും ഷർട്ടുമാണ് അശ്വിൻ്റെ ഔട്ട്ഫിറ്റ്. തങ്ങളുടെ കുഞ്ഞു രഹസ്യം എന്ന അടിക്കുറിപ്പോടെയാണ് രഹസ്യ വിവാഹത്തിന്റെ റീല് ഇരുവരും പങ്കുവച്ചത്. എന്തായാലും അതും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വൈറലായി മാറുകയായിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.